അങ്ങനെ നമ്മുടെ വിക്രം വേദോട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അവനെ കുറേ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അവൻ്റെ ശല്യം ഇനി എന്തായാലും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദ പറയുന്നുണ്ട്, ഇല്ല, ഇന്നലത്തെ പ്രശ്നത്തിനെ പറഞ്ഞ് അവൻ കുറേ ഇഷ്യൂസ് ഉണ്ടാക്കും, അതെന്തായാലും നമ്മൾ നേരിടേണ്ടി വരും, നോക്കാം എന്ന് പറയുന്നുണ്ട് നമ്മുടെ വിക്രം. എന്തായാലും വിക്രം നേരെ ചെല്ലുന്നത് പിറ്റേ ദിവസം നമ്മുടെ പള്ളിയിലച്ഛൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് പള്ളിയിലച്ഛനോട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അച്ഛാ എന്ന് പറയുന്നുണ്ട്. എന്താ അച്ഛാ പറയടോ, ഞാൻ കേൾക്കാമെന്ന് പറയുന്നുണ്ട് നമ്മുടെ പള്ളിയിലച്ഛൻ. എന്തായാലും നമ്മളെ തേയിലത്തോട്ടത്തിൽ കുറേ തിരുമറിയുണ്ട്, അതിൻ്റെ പിന്നിൽ ജോബിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പള്ളിയിലച്ഛനോട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നമ്മളെ പള്ളിയിലച്ഛൻ എന്തായാലും നമുക്ക് നോക്കാം, നമുക്കതിന് ഉള്ള വഴി ഉണ്ടാക്കാമെന്നൊക്കെ നമ്മുടെ വിക്രത്തിനോട് പറഞ്ഞിട്ട് വിടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ തേയിലത്തോട്ടത്തിൽ ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ജോബി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മേരി ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി ഈ തോട്ടത്തിൽ ഒരുപാട് തിരിമറിയുണ്ട്, അത് നമ്മൾ അറിയാഞ്ഞിട്ടാണ്, നമ്മൾ എന്തായാലും ഇതൊക്കെ എന്തായാലും നമ്മൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ മേരി ചേച്ചി പറയുന്നുണ്ട്, ഇപ്പം നീ മിണ്ടാതിരിക്കുക, ഇപ്പം തന്നെ നിനക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടല്ലോ, നമുക്ക് എന്തായാലും വഴി ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ അനിയൻകൂട്ടനെയും കൂട്ടിയിട്ട് നമ്മളെ പള്ളിയിലച്ചടത്തേക്ക് വിക്രം ചെല്ലുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വിക്രത്തിനോട് നമ്മുടെ പള്ളിയിലച്ചൻ പറയണത്, എന്തായാലും നമ്മുടെ അനിയൻകൂട്ടന് വേഗം സുഖം പ്രാപിക്കും, അതിനുള്ള എല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മുടെ വിക്രം പറയേണ്ടത്, എന്തായാലും അനിയൻകുട്ടൻ്റെ കയ്യിലാണ് ഇനി എല്ലാം ഉള്ളത് അച്ഛാ, അവൻ പറഞ്ഞു കൊടുത്താണ് ഇനി എല്ലാം ഇതും തെളിയാൻ പോണത്, ഞാൻ കുറ്റവാളിയാണോ അല്ലേ എന്നൊക്കെ ഇനി അവൻ്റെ വായിന്ന് കേട്ടാലാണ് എല്ലാ സത്യങ്ങളും തെളിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.